ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുത്തുമണിയുള്ള പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കുറേ കമൻറ്റ് വരുന്നുണ്ട്, മുത്തൊക്കെ എവിടെ മുത്തു എവിടെ എന്നൊക്കെ കുറേ കമൻറ്റ് വരുന്നുണ്ട് ഗൈസ്. ആൾക്ക് ഓട്ടവും കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ആളിനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോയിൽ ആൾ വരാത്തത് കേട്ടോ. കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരം കുറേ കമൻറ്റ് വായിച്ചു. എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ആൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ആളുടെ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആൾ കന്നുവണ്ടിയിൽ ഡ്രൈവറാണ്. അപ്പോൾ ആൾക്ക് എങ്ങനെ പോയാലും ചിലപ്പോൾ വീടെത്തുമ്പോൾ ചിലപ്പോൾ 11 മണി 12 മണി, ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ വരല്, ഓട്ടം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അങ്ങനെയൊക്കെ വരല്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനോ ടൈമില്ല. പിറ്റേ ദിവസം വന്നാൽ ചിലപ്പോൾ അന്ന് തന്നെ പോവും, പിറ്റേ ദിവസം തന്നെ പോവും, അടുത്ത ഓട്ടം കിട്ടി അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ആൾ വീഡിയോയിലും കാര്യങ്ങളും വരാത്തത്. അതുകൊണ്ടാട്ടോ വീഡിയോയിൽ വരാത്തത്. അല്ലാണ്ട് കുറേ പേര് കണ്ടു, കുറേ കമൻറ്റ് കണ്ടു, നീ ആളിനെ ഒഴിവാക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറേ കമൻറ്റ് വരുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നീ എന്താ ചെയ്യുന്നത്, നീ എന്ത് വർക്കാണ് ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രിക്കിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. വയറിങ്ങും പ്ലംബിങ്ങുമാണ് ഞാൻ ചെയ്യുന്നത്, ഹൗസ് വയറിങ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വർക്കില്ല എന്നുള്ളൂ. ഈ മഴ കാരണമാണ് വർക്കില്ലാത്തത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഈ ഓണത്തിൻ്റെ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വർക്കും കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും ഓണത്തിന് കുറേ പേര് വീട് ഇരിക്കേണ്ട വർക്കും കാര്യങ്ങളൊക്കെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒഴിവുണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ വർക്കുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കുകളുണ്ട്. മെയിൻ വർക്കില്ല എന്നുള്ളൂ. മെയിൻ്റെനൻസും കാര്യങ്ങളായിട്ട് ചില്ലറ വർക്കുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിക്കുന്നുണ്ട് കുറേ പേര്. വീട്ടിൽ ഉമ്മ ഉണ്ട്, വാപ്പുണ്ട്, ജ്യേഷ്ഠനുണ്ട്, പിന്നെ ഞാനും. വീടിൻ്റെ ഫുൾ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഹോം ടൂർ എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീട്ടിൽ കുറച്ച് അലങ്കോലായി കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എന്തായാലും കുറച്ചും കൂടി വൃത്തിയാക്കാനുണ്ട്. കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. വീട് പണി തുടങ്ങാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഓട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. എന്നാൽ കുറേ കമൻറ്റ് കണ്ടു, നല്ല നല്ല സപ്പോർട്ട് ഉണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് എന്നൊക്കെ കുറേ കമൻറ്റ് കണ്ടു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻറ്റും അറിയിക്കണം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഇക്കാക്ക് വർക്കുണ്ട്. എനിക്കിത് രാവിലെ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ സിയാറത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ വീട്ടിൽ മൗലൂദ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്ന് കടൻ്റെ അവിടേക്ക് ഇറങ്ങി. അവിടെ കുറച്ച് നേരം ഇരുന്ന് നേരെ വീട്ടിലോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞാൽ റോട്ടിക്ക് തന്നെ പോകണം. ഇന്നലെ ഒറ്റപ്പാലം പോകണ്ടായിരുന്നു. ഒറ്റപ്പാലമൊക്കെ പോയി, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി എല്ലാം കഴിഞ്ഞ് വന്നോളൂ. പിന്നെ കയ്യിൽ ചെറിയൊരു പ്രശ്നം പറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇന്ന് പോകാമെന്ന് പറഞ്ഞിരിക്കുക, വൈകുന്നേരത്ത് വരാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ വൈകുന്നേരത്തൊന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. കയ്യിലൊരു ചെറിയൊരു കുരു വന്നു, അത് പോണില്ല. കുറേ ചെറുതായിരുന്നു, പക്ഷെ ഇപ്പോൾ വലുതായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടേ കാണിക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ്. ഈ ഗായ്സ് എന്ന് വിളിക്കുന്നത് കുറേ പേർക്ക് എന്താണ് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറേ കമൻറ്റ് ഉണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഒരു കമൻറ്റ് ഉണ്ട് ഗൈസ്, നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് പറയുകയാണ് നീ വീഡിയോ ഇടരുത് പ്ലീസ് എന്നൊക്കെ. ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെ പറയും ഗൈസ്, നിങ്ങൾ പറയും. ഇഷ്ടമുള്ള ഒരാൾ പറയണ പറച്ചിലാണ്. എന്നോട് ഇഷ്ടമുണ്ട് അത്ര ആൾക്ക്, പക്ഷേ ആൾ പറയാം നീ വീഡിയോ ഇടരുത്, നീ മേലെ നീ വീഡിയോ ഇടരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് രാവിലെ വന്ന കമൻറ്റാണ് ഗൈസ്. എനിക്കത് ആലോചിച്ചിട്ട് എന്താ ആളോട് പറയുകയെന്ന് എനിക്ക് മനസ്സിലായി. അത് അതിനുള്ള മറുപടി ഞാൻ അവിടെ കമൻറ്റിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെ റീപ്ലൈ ഒന്നും വന്നിട്ടില്ല. നല്ല സപ്പോർട്ട് വരുന്നുണ്ട് ഗൈസ്, നിങ്ങളെല്ലാവരും നല്ല നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് പുറത്ത് പോകുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഉണ്ടാവും ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറേ പേര് കമൻറ്റ് കണ്ടു ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് കേൾക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കിട്ടാണ് ഗൈസ്. അത് എത്ര ശ്രദ്ധിച്ചാലും പോകില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഫോണിലാണ്. അപ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തും ജസ്റ്റ് ഫുള്ള് തൊടിയാണ്. ഇതുണ്ടോ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അപ്പുറത്തൊക്കെ തൊടിയാണ്. അപ്പോൾ ആ ഒരു വോയിസ് അവിടെ നിന്ന് ഈ മയിലിൻ്റെയും ഈ കുയിലിൻ്റെയൊക്കെ വോയിസ് നല്ല പോലെ ഉണ്ടാവും. എന്താ വെച്ചാൽ ഫുള്ള് കാടാണ്, മുകളിലേക്ക് മൊത്തം കാടാണ്. അപ്പോൾ അവിടെ നിറച്ച് ഈ മയിൽ അങ്ങനത്തെ ഐറ്റംസുകൾ നല്ല ഫുള്ള് പക്ഷികളുണ്ട്. അപ്പോൾ അതിൻ്റെ വോയിസ് നല്ല പോലെ ഉണ്ടാവും വീഡിയോയിൽ. എല്ലാ വീഡിയോ എടുക്കുമ്പോഴും അതിലെ വോയിസ് ഉണ്ടാവും. ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിലും എവിടെ പോയി ഇരിക്കുകയാണെങ്കിലും അതിൻ്റെ വോയിസ് നല്ല പോലെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ കുറേ പേര് പറഞ്ഞത് ശ്രദ്ധിക്ക് വോയിസ്, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുക. ഞാൻ എത്ര വോയിസ് ഓവർ കൊടുത്താലും അത് ക്ലിയർ ആവണില്ല. ഞാൻ കുറേ നോക്കി വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കി, പക്ഷെ അത് നടക്കണില്ല. ഈ വീഡിയോയിൽ ഇങ്ങനെ പറയല്ലാണ്ട് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടത് എന്നൊരു എത്തുമ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്
ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്തത്. 2 വീഡിയോ ഞാൻ ചെയ്ത് നോക്കി. 2 വീഡിയോ ചെയ്ത് നോക്കിയപ്പോഴും തന്നെ അവസ്ഥ. വോയിസ് ഓവർ കൊണ്ട് ക്ലിയർ ആവണില്ല. നമുക്കത് നിച്ചല്ല, വോയിസ് ഓവർ കൊടുക്കാൻ നിച്ചല്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം, മാക്സിമം ഞാൻ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാൻ ശ്രമിക്കാം. നോക്കി നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചോദിച്ചാൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. ശരിയായാൽ ശരിയായി എന്നേ പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കാം, ഇനി എന്തായാലും വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കാണാം. ഗൈസ് ഹോസ്പിറ്റലിൽ പോയി, അത് കാണിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിലൊരു വർക്ക് കിട്ടി. വർക്കുണ്ട്, സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, വർക്കുണ്ട്. അപ്പോൾ വർക്കിന് പോകണം. വർക്കുള്ളതുകൊണ്ടേ വർക്കിന് പോകും. വീട്ടിനവിടെ തന്നെ വർക്ക്, ചെറിയ പണിയാണ്, മെയിൻ്റെനൻസ്. അതൊന്ന് കഴിഞ്ഞിട്ട്